ഇവിടെ 2020 എന്ന പാർട്ടി അവരുടെ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്നതിന് തരത്തിലാണ് ഇവിടെ ഒരു പ്രസംഗം അദ്ദേഹം സംഘടിപ്പിച്ചത്. അപ്പൊ സാധാരണ രീതിയിൽ ഇവിടെ കോലഞ്ചേരിക്കാർക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട അത്ര ശീലമില്ലെങ്കിലും ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അത് ഈ നിലവാരത്തിലേ പോവുള്ളൂ. അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? 2020 പാർട്ടിയുടെ എന്താ സിഇഒയോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ മറ്റു ഉയർന്ന നേതാവോ ആ നേതാവ് ഉപയോഗിച്ച ഭാഷ ഈ കുന്നത്താട് അസംബ്ലി മണ്ഡലത്തിൽ നമ്മുടെ ജില്ലക്കകത്ത് താരതമ്യേന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ശതമാന കണക്കിൽ എണ്ണം ഉയർന്നു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുന്നത്താട് അസംബ്ലി മണ്ഡലം നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാറക്കലിന് ശേഷം ഇപ്പോഴത്തെ വൈദ്യുതി മണ്ഡലത്തിന് ശേഷം ഇവിടെ റിസർവേഷൻ മണ്ഡലമായിട്ട് വെച്ചത് 2011 വരെ. നമ്മുടെ ഈ മണ്ഡലത്തിന്റെ അകത്ത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാരെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിന്റെ അകത്തുള്ള സാമാന്യ ജനങ്ങളോ അവരെ പട്ടികജാതി പട്ടികവർഗക്കാർ അല്ലെങ്കിൽ വേറെ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് എന്നുള്ള പരിഗണനയ്ക്കകത്ത് മാറ്റി നിർത്തുന്നവരല്ല. അത് ഈ സാബുവിന് മനസ്സിലായിട്ടില്ല. അവരെല്ലാം ഈ മണ്ഡലത്തിന്റെ അകത്തുള്ള ആളുകൾ ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് സംവരണം ചെയ്തതിന്റെ പേരിലാണ് ആ മണ്ഡലത്തിന്റെ അകത്ത് നേരത്തെ നമുക്കറിയാം 2011 വരെയുള്ള സംഘം വ്യത്യസ്തമായിട്ട് പിന്നീട് പട്ടികജാതിക്കാരായിട്ടുള്ള ആൾക്കാർക്കോ പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. സോ ശ്രീനിജൻ അവർ മത്സരിക്കാൻ വരികയും അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ഈ മണ്ഡലത്തിൽ ആ കാലത്ത് ഈ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. ആ പാർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുക്കുകയും അവര് വലിയ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഇത് ഞങ്ങൾ ഇവിടെ പിടിക്കും, ഇവിടെ മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടും. കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വത്തിനിടയ്ക്ക് വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ഞങ്ങളുടെ പിന്തുണ വേണ്ടി വരും. അദ്ദേഹം കണക്കുകൂട്ടിയിരുന്ന LDF ആയാലും UDF ആയാലും അദ്ദേഹം ഒരു കാട്ടുമുതലായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഈ കേരളത്തിൽ ഒരു മുന്നണിക്കും ഭരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അദ്ദേഹം അങ്ങനെ നനച്ചാണ് നടന്നത്. ഇലക്ഷൻ പ്രവർത്തനം സാബുവിന് അറിയില്ലല്ലോ. ഇലക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം. സാബുവിന് ആ വിദ്യ അറിയില്ല. സാബുവിന്റെ കൂടെ നടക്കുന്ന കുറെ എക്സിക്യൂട്ടീവ്സ് പറഞ്ഞ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെ സാറേ എന്ന് വിളിക്കാൻ ആളുണ്ടാവും. ശരി തന്നെയാണ്. പക്ഷേ ഇലക്ഷനും രാഷ്ട്രീയവും വേറെയാണ്. ഈ സാബു പറയുന്നതല്ല രാഷ്ട്രീയം. ഞാൻ സാബുവിൻ്റെ പശ്ചാത്തലവും സാബുവിൻ്റെ പിതാമഹന്മാരുടെയും പിതാവിൻ്റെയും ഒന്നും പശ്ചാത്തലവും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം അതൊന്നും സാധാരണ ഒരു പബ്ലിക് മീറ്റിംഗ് പറയാവുന്നൊരു കാര്യമല്ല. നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചുമല്ല. സാബുവിൻ്റെ സംസ്കാരം ഒന്ന് വേറെയാണ്. ഞാൻ വാസ്തവത്തിൽ ഇങ്ങോട്ട് പോരുന്ന വഴിക്കാണ് ഈ സാബുവിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ കാസറ്റ് കേൾക്കാണ്ടാവുന്നത്. എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ മുഴുവൻ പറയാം. ഈ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ 5 വർഷം ഞാൻ പഠിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന സൗദി 7 വർഷം പഠിച്ചതാണ്. മറ്റു നിരവധി ആൾക്കാരോട് പഠിച്ച് ഈ കോളേജിൽ പഠിച്ചതാണ്. അവിടെ ജോലി ചെയ്ത ആൾക്കാരുടെ ഇരിപ്പുണ്ട്. ആ കോളേജിൻ്റെ തെക്കേ ഭിത്തിയിലാണല്ലോ ഈ തരം ചവറ് പ്രസംഗം. ആ ചവറ് ഇത്രയും ജന്തു എന്നെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ആ ഭിത്തിക്കകത്ത്, ആ കരിങ്കൽ ഭിത്തിക്കകത്ത് വീണ് തകർന്നത് എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഇവൻ എവിടെ നിന്നാണ് പഠിച്ചത്? ഏത് സ്കൂളിലാണ്? എനിക്കറിയില്ല. ഈ സാബു ജാക്കബിനെ വെച്ച് KV എലിയാസിനൊക്കെ അറിയാമായിരിക്കും എവിടെ പഠിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഏത് സ്കൂളിലാണ്, ഏത് അധ്യാപകനാണ് ഇവനെ പഠിപ്പിച്ചത്? സാധാരണഗതിയിൽ ഇവനെന്ന് പറയാൻ പാടില്ലാത്ത നമ്മുടെ ശൈലിക്ക് പറയില്ല. പക്ഷേ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥത വരില്ല. അതുകൊണ്ടാണ് സാമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസവും സാമാന്യമായിട്ടുള്ള സംസ്കാരവും. ഞാൻ ചോദിക്കണേ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കാര്യം ഞങ്ങളുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ പ്രസംഗിക്കാം. ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഭാഷയിൽ എൻ്റെ വീട്ടിൽ പ്രസംഗിക്കാം, എൻ്റെ മക്കളോട് പറയാം, എൻ്റെ ബന്ധുക്കളോട് പറയാം, എൻ്റെ ചുറ്റും താമസിക്കുന്ന ആൾക്കാരോട് പറയാം. ഈ സാബുവിന് പ്രസംഗിക്കാൻ പറ്റുമോ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? സാബുവിൻ്റെ കുട്ടിയും സാബുവിൻ്റെ ഭാര്യയും സാബുവിൻ്റെ ജ്യേഷ്ഠനും സാബുവിൻ്റെ ബന്ധുക്കൾ, അതെയോ ഇനി ഇതൊക്കെ ചെറുതായിരിക്കും ആ വീട്ടിലെ നിലവാരത്തിന് വളരെ ഏറ്റവും ചെറിയ പ്രയോഗമാണോ സാബു അടിച്ചേക്കണത്? പണ്ട് ശങ്കരൻ മാഷ് പറഞ്ഞൊരു കഥ നമ്മളോട് പറയാം. അതായത് ഒരു കുട്ടി കിടന്നു മുള്ളണ പരാതിയായിട്ട് അച്ഛൻ, ഈ കുട്ടിയുടെ അച്ഛൻ നേരെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് നേരെ ആശാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആശാൻ നടന്നു മുള്ളുകയാണെന്ന് പറഞ്ഞു. ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ആശാൻ നടന്നു മുള്ളിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സാബുവിൻ്റെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ ഈ ജന്തു, ഈ നമ്മുടെ ഒരു കറുത്ത നിറം കറുത്തതിൻ്റെ പേരിലാണ്. നിറം കറുത്താണെങ്കിൽ ബറാക്ക് ഒബാമയുടെ നിറം തരുന്നു. ബറാക്ക് ഒബാമയുടെ നിറം എന്തായിരുന്നു? ഇവൻ ഈ കയറ്റി അയക്കുന്ന സാധനം കൊണ്ട് വെക്കണ അമേരിക്കയിലാണല്ലോ. അദ്ദേഹത്തിന് നിറം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ട കാര്യം, വർണ്ണം, ജാതി, മതം, ഭാഷ, വേഷം, എല്ലാ ഈ പ്രദേശം, ഇതിനെല്ലാം അതീതമാണ് ഇന്ത്യൻ ഭരണഘടന. അത് ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഭരണഘടനയുടെ ഒരൊറ്റ ആവർത്തി വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും കൂടുതൽ ആൾക്കാർ വായിച്ചു കൊടുത്താൽ മതി, മനസ്സിലായിട്ടുണ്ടാവും. ഇത്രമാത്രം സംസ്കാര ശൂന്യൻ. ഞാൻ പറഞ്ഞ ഈ പൂത്തൃക്ക പഞ്ചായത്തിലും ഐക്യനാട് പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തുകളിലൊക്കെയുള്ള ആൾക്കാരെ കാര്യം ഈ നക്കാപ്പീച്ച അടിച്ചിട്ടാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. എന്തിൻ്റെ പേരിലാണ് കേരളത്തിലെ ഗവൺമെൻറ് 2020 മാർച്ച് മാസത്തിന് ശേഷം ഏപ്രിൽ മാസത്തിൽ കൊടുത്തത് 25 കിലോയും 10 കിലോ അരിയും ഫ്രീ ആയിട്ട് കൊടുക്കുകയത്? അന്ന് ഈ 2020 പേരിൽ എന്ത് കൊടുത്തു? കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്ത കിറ്റുകളാണ്. അന്ന് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനത്ത് ഈ പറഞ്ഞ മാന്യനും അവൻ്റെ ചേട്ടനോടെ കൂടി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ക്ലിഫ് ഹൗസിൽ. ഞങ്ങളാരും പോയിട്ടില്ല. അന്ന് എന്തായിരുന്നു? ഇവനാ പിണറായി വിജയൻ്റെ ബുദ്ധി ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഇവന് രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം പറയാം. 2020 നേതാവായിട്ടുള്ള സാബു ജേക്കബിനെയും ആ കുടുംബത്തിലുള്ള ആൾക്കാരെയും ആലി യാക്കോബിനെയും കിഴക്കമ്പലംകാർക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ ഈ കാശ് കിട്ടണ മേടിക്കണ്ടാവും, പക്ഷേ എങ്ങനെയാണ് ആലി യാക്കോബ് സമ്പന്നനായത് എന്നുള്ള കാര്യം കിഴക്കമ്പലംകാർക്കറിയാം. കിഴക്കമ്പലത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ആ കുടുംബം നിങ്ങൾ ഏത് വലിയ പാൽക്കടലിൽ പോയി മുങ്ങിയാലും ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ സാബു ജേക്കബിൻ്റെ പിതാമഹന്മാരുടെയും സാബു ജേക്കബിൻ്റെ പാരമ്പര്യമൊന്നും കിഴക്കമ്പലംകാരെ പഠിപ്പിക്കണ്ട. അതങ്ങ് മനസ്സിലാക്കിയോ? ഇവിടെ ഇരിക്കുന്ന കൂലിപ്പണിക്കാരും കർഷകത്തൊഴിലാളികളുണ്ടല്ലോ, അവരെക്കാളും അന്തസ്സുള്ള ജീവിതമൊന്നും ഈ സാബു ജേക്കബിൻ്റെ പശ്ചാത്തലത്തിലില്ല. ആ സാബു ജേക്കബാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു MLA ജന്തു എന്നാണ് വിളിച്ചത്. ആ ജന്തു എന്താണ്? MLAയുടെ അധികാരത്തിൽപ്പെട്ട MLAക്ക് പോകാൻ പറ്റിയ സ്ഥലത്തേ പോയിട്ടുള്ളൂ. ഈ 2020 ഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ കൂടെ നടക്കുന്ന ആൾക്കാർ 2020 അവിടുത്തെ മെമ്പർമാർക്ക് 10,000 രൂപ അല്ലേ, എത്ര 8,000 രൂപയൊക്കെയാണ് അലവൻസ്. അവർക്കൊരു 10,000 രൂപ വെച്ചിട്ട് വേറെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരാൻ വേറെ വേണോ? പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു 15,000 20,000 കൊടുക്കും. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത്രയും കാശ് വേറെ കൊടുക്കുക. അയാളുടെ ശമ്പളം പോലെ തന്നെ വേറെ കൊടുക്കും. എവിടെ നിന്നാണ് സാബു ജേക്കബിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനം നിങ്ങൾക്കറിയാവോ? നമ്മുടെ ഈ പ്രദേശത്ത് ഈ കോലഞ്ചേരിയിലടക്കമുള്ള നിരവധി കമ്പനികൾ, ആ കമ്പനികളുടെ ഈ CSR ഫണ്ട്, അതായത് കമ്പനികളുടെ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള പുതിയ നിയമപ്രകാരം കമ്പനികളുടെ മൊത്തം വരുമാനത്തിൻ്റെ ഒരംശം സാമൂഹ്യമായിട്ടുള്ള സേവനത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതാണ് CSR ഫണ്ട്. ആ CSR ഫണ്ട് കൊച്ചിൻ നമ്മുടെ റിഫൈനറിയൊക്കെ കോടിക്കണക്കിന് റുപ്യ കൊടുക്കുന്നത്. കോടിക്കണക്കിന് റുപ്യ അവർ റോഡ് നിർമ്മിക്കുന്നുണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ മറ്റെല്ലാ കമ്പനി കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റ് കമ്പനി കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ അഗാപ്പെ ആ കമ്പനി കൊടുക്കുന്നുണ്ട്. ഏതെല്ലാം കമ്പനി കൊടുക്കാത്ത അങ്ങനെയുള്ള കമ്പനികൾ കൊടുക്കുന്ന പണം, ആ പണം പൂർണ്ണമായും സാധാരണക്കാരുടെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി CSR ഫണ്ട് ഉപയോഗിച്ചു കൊള്ളണം എന്നാണ് കമ്പനി നിയമം. സാബു ജേക്കബ് എന്ത് ചെയ്തു? സാബു ജേക്കബിൻ്റെ കമ്പനിക്കകത്തുള്ള പണത്തിൻ്റെ ആ പണം നേരെ മാറ്റിയതിനു ശേഷം ആ പണമാണ് ഈ പറഞ്ഞ ആൾക്കാരെ നക്കാപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണം എന്ന് പറയുന്നത് സാബു ജേക്കബിൻ്റെ ആ പണമാണ്. അതിന് വളരെ കാര്യമായിട്ടുള്ള പെറ്റീഷൻ കേന്ദ്ര മുൻപാകെ ചെന്നതാണ്. ആ പെറ്റീഷന് മുമ്പിൽ BJP-കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതിനു ശേഷം സാബു ജേക്കബ് കേന്ദ്ര ഗവൺമെൻറ് ആൾക്കാരെ കണ്ടതിന് ശേഷമാണ് സാബു ജേക്കബ് ആ കേസ് പിടിച്ചു വെച്ചേക്കുന്നത്. ആ സംവിധാനമുണ്ട്. അല്ലെങ്കിൽ സാബു ജേക്കബിൻ്റെ കമ്പനികളുടെ എല്ലാം പേരും നടപടി വരും. ആ പണമാണ് നമ്മുടെ ഓരോ പ്രദേശത്തും ഈ ആളുകളെ പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസ് ഉൾപ്പെടെ ആ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതും സാബു ജേക്കബ് ഒന്നാണോ? നിങ്ങൾക്കറിയോ, ഈ പൂത്തൃക്ക പഞ്ചായത്തിലും തിരുവാണൂർ പഞ്ചായത്തിലും മഴുവന്നൂർ പഞ്ചായത്തിലും കിഴക്കമ്പലം പഞ്ചായത്തിലും ഐക്യനാട് പഞ്ചായത്തിലും പുത്തൻകുരിശ് പഞ്ചായത്തിലും കുന്നത്താടിലും എല്ലാം വാഴക്കുളടക്കം ഈ പഞ്ചായത്തുകളിലെ കൃഷിക്കാർക്ക് ആ സ്വന്തം ഭൂമി കിട്ടിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കിസാൻ സഭയുടെയും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. EMSന്റെ ഗവൺമെൻറ് കാലത്ത് 29 ലക്ഷം പേരുടെ കൃഷിക്കാർക്കാണ് സ്വന്തമായി ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തത്. അതറിയാവോ? ഈ സാബു ജേക്കബിന് അറിയാവോ കാര്യം? ആ ഭൂമിയുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഈ നാട്ടിലുള്ളത്. ഈ പഞ്ചായത്തിൽ പൂത്തൃക്ക പഞ്ചായത്തിലടക്കമുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും സ്വന്തമായി കൃഷിയിടം ഉണ്ടായത്. എന്നാ സെൻറ് പീറ്റേഴ്സ് സ്കൂൾ ഉണ്ടായത്?
60കളുടെ തുടക്കത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്കൂൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? കൃഷിക്കാരുടെ മക്കൾ നേരത്തെ പാടത്തുനിന്ന് അച്ഛനോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം പാടത്ത് പണിയെടുക്കുന്നതിന് വ്യത്യസ്തമായി കിട്ടുന്ന സ്വന്തമായി മണ്ണുണ്ടായപ്പോൾ ആ കൃഷിയുടെ ഭാഗമായിട്ടുള്ള ലാഭം ഉപയോഗിച്ച് മക്കളെ പഠിപ്പിക്കാൻ വിട്ടു. പണ്ട് എത്ര കോളേജുണ്ടായി എറണാകുളം ജില്ലക്കകത്ത്? കഷ്ടി UC കോളേജും മഹാരാജ് കോളേജും പിന്നെയുള്ള അങ്ങനെ വളരെ ചുരുക്കം ചില കോളേജ് മാത്രമേ ഉള്ളൂ. ആ കോളേജിൻ്റെ സ്ഥാനത്ത് ഈ ജില്ലക്കകത്ത് എമ്പാടും ഇഷ്ടം പോലെ കോളേജുണ്ടായ കൃഷിക്കാരുടെ കൈവശം ലാഭം പണമുണ്ടായതിൻ്റെ പേരിലാണ്. ആ പണം EMSന്റെ ഗവൺമെൻറ് 1957 ഗവൺമെൻറ് കൊണ്ടുവന്ന കാർഷിക ഭൂപരിഷ്കാര നിയമത്തിൻ്റെ ആദ്യപടിയിൽ ഉണ്ടായ നിയമമാണ്. ആ നിയമത്തിൻ്റെ ഭാഗമായി നേട്ടം കിട്ടിയ ആളാണ് ഈ സാബു ജേക്കബിൻ്റെ പിതാമഹന്മാരെ പിതൃക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. കേരളത്തിലെ മാറ്റത്തിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയ പാർട്ടികളുടെ ഈ മാറ്റമാണ്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സംഭാവനയുണ്ട്. രാഷ്ട്രീയമാണ് ശരി. കാരണം പാർലമെന്ററി ഡെമോക്രസിയുള്ള ഈ രാജ്യത്തിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് ശരി. രാഷ്ട്രീയ പോരാട്ടത്തിൽ കൂടിയാണ്, സമരങ്ങളിൽ കൂടിയാണ്, കയ്യൂരിലെയും കരിവള്ളൂരിലെയും പുന്നപ്പറ വയലാറിലെയും തേഭാഗയിലെയും നമ്മുടെ കേരളത്തിന് പുറത്ത് ആ സമരത്തിൽ കൂടിയാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ ബലിയർപ്പിച്ചാണ് നമ്മുടെ നാട്ടിൽ ഈ മാറ്റം ഉണ്ടായത്. സ്വാതന്ത്ര്യം കിട്ടിയത് CSR ഫണ്ട് ഉപയോഗിച്ചല്ല. സ്വാതന്ത്ര്യം കിട്ടിയത് ചോര കൊടുത്തിട്ടാണ്. അങ്ങനെ ചോര കൊടുത്തുണ്ടാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അണിനിരന്ന പോരാട്ടത്തിൽ കൂടി വന്ന ഈ നാടിനെയാണ് ഇനി സാബു ജേക്കബ് മഹാത്മാഗാന്ധിയെ തള്ളി പറയും, സാബു ജേക്കബ് നെഹ്റുവിനെ തള്ളി പറയും, സാബു ജേക്കബിനെ ആരും തള്ളി പറയാം. സാബു ജേക്കബ് പറഞ്ഞെങ്ങനെ വെച്ചാൽ എനിക്ക് 2020 പാർട്ടി കേരളത്തിലെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കിട്ടാൻ പോകും. നാളെ കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിൽ സാബു ജേക്കബ് തലയ്ക്ക് സ്ഥിരമില്ല വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ചില ആൾക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവും. ഏത് ഭാഗത്താണ് ഈ 2020 പാർട്ടികളുടെ? തിരുവനന്തപുരത്തൊക്കെ 2020 പാർട്ടി വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ 2020 പാർട്ടിക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 11 മന്ത്രിമാരുടെ എണ്ണം ചുരുക്കുന്നതാണ്. ഇവന്റെ കാഴ്ചപ്പാടിൽ ഈ മന്ത്രിമാരിൽ കംപ്ലീറ്റ് കക്കൂസ് മാത്രമാണ്. ഇവന്റെ വീട്ടിലെ കാര്യമായിരിക്കും പറഞ്ഞത്. ആ വീട്ടിൽ ഇങ്ങനെ തന്നെയായിരിക്കും. ആ മന്ത്രിമാരുടെ ചെരുപ്പഴിക്കാനുള്ള കഴിവ്, അതിനുള്ള ശേഷി ഈ സാബുവിനുണ്ടോ? ആ മന്ത്രിമാരാണ് കേരളം ഭരിക്കുന്നത്. ആ മന്ത്രിമാരെയാണ് ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കുകയാണ് സാബു ജേക്കബ്. എന്നെ ഭരണം ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കിഴക്കമ്പലത്തും വെലങ്കിലും മറ്റേ ഞാറള്ളൂരും എല്ലാം വിമാനത്താവളം പണിയും എന്നല്ലേ പറഞ്ഞതിന് ചുരുക്കം. ഞാൻ മുല്ലപ്പെരിയാർ ഡാം പൊളിക്കും. ഇവരെന്താ ഉദ്ദേശിച്ചത്? കുഴികുത്തി വെച്ചിരിക്കുക മുല്ലപ്പെരിയാർ ഡാം. 1878 ആരംഭിച്ച പണിക്ക് ശേഷമുള്ള മുല്ലപ്പെരിയാർ ഡാം തൊടാൻ ഇവരങ്ങ് ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർ കൊന്ന് പുഴയിലൊഴുക്കുവർ. വല്ല വിവരക്കേട്. ഈ മുല്ലപ്പെരിയാർ ഡാം എവിടെയാണെന്ന് കണ്ടിട്ടുണ്ടത്? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കരാർ എന്താണെന്നറിയോ? 1971 കരാർ പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അകത്ത് ആ ഡാമിൻ്റെ അവകാശത്തിൽ തമിഴ്നാടിന് അവകാശം. CH മേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ കരാർ പ്രകാരം 999 വർഷക്കാലത്തെ കരാറാണ്. ഇവനിത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുല്ലപ്പെരിയാർ ഡാം പുതുക്കി ബലപ്പെടുത്തിയ ആരാന്ന് നിങ്ങൾക്കറിയോ? ഈ കോലഞ്ചേരിക്കാരാ. നമ്മുടെ PM പൈലപ്പിള്ള സാറും സെറ്റും അവരാണ് മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തിയത് എന്ന് 79 80 ആ കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാം, ആ ഡാമിനെ ബലപ്പെടുത്തിയത് കോലഞ്ചേരിയിലാണ്. ആ കോലഞ്ചേരിയിലാണ് കൊപ്ര കച്ചവടം വന്നിരുന്ന കുടുംബത്തിൽപ്പെട്ട ഒരുത്തം വന്നതിന് ശേഷം കോലഞ്ചേരിക്കാരോടാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. എന്തൊരു അസംബന്ധം ആലോചിക്കണം. ഞാൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എന്തിനു മുഖ്യമന്ത്രിയാണ്? പ്രധാനമന്ത്രിയായി കൂടെ. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ എന്താ പാടില്ലാത്തത്? നരേന്ദ്രമോദി സാറിൻ്റെ സ്ഥാനത്ത് ഒന്ന് മത്സരിച്ച് അവിടെ വല്ല പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ മുഴുവനും സ്വർണം അല്ല ഇന്ത്യ മുഴുവനും ഒഴുക്കൂലോ, മറ്റേ തേനും പാലും ഒഴുക്കാലോ? എന്തൊരു അസംബന്ധവും വിവരക്കേടുമാണ് സാറത്തിൽ. ആ വിവരക്കേടിന് ഈ കോലഞ്ചേരി പോലുള്ള ഒരു കോളേജിൻ്റെ, ഒന്നാമത്തെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ, ഈ ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ കോലഞ്ചേരിയിൽ നിങ്ങൾക്കറിയോ, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ പഠിച്ചിട്ടുള്ള 10,000 കുട്ടികൾ, ചെറുപ്പക്കാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുണ്ട്. അവരെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്ത് പോയി അധ്വാനിച്ച് ജീവിക്കുവാണ്. ആ ജീവിക്കുന്ന ആ കോളേജിൽ ഈ വിദ്യാർത്ഥികളുടെ കാൽപെരുമാറ്റം, അധ്യാപകരുടെ കാൽപെരുമാറ്റം മണ്ണിൽ നിന്നിട്ടാണ് ഈ സംസ്കാര ശൂന്യൻ, സംസ്കാരം തൊട്ട് തീണ്ടാത്ത പ്രാകൃതൻ, വെറും ബാർബറിക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കില്ലേ, ആ തരത്തിലുള്ള ഒരാൾ വന്നതിന് ശേഷം പ്രസംഗിച്ച് പോയാൽ എനിക്ക് ഒരു കാര്യം ദുഃഖം എന്താ അറിയോ? ഈ നാട്ടിലുള്ള ഇതിൻ്റെ പുറകെ കൂടിയേക്കണ കുറേ ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് മാത്രമേ ദുഃഖമുള്ളൂ. ആ വീഡിയോയിൽ ചില ആൾക്കാർ ഇന്ന് ചിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുണ്ട് ചില പെങ്ങന്മാരും നമ്മുടെ സഹോദരിമാരും
ചില ആൾക്കാരും ഇവൻ്റെ ഈ പ്രസംഗം കേട്ട് ചിരിക്കുക. എൻ്റെ വിശ്വാസം ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയണത്. അവരുടെ വീടുകളിൽ ഈ ഭാഷയായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ സംസ്കാരശൂന്യനെ MLA തൊട്ട് കളിക്കാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഇവനോട് പറഞ്ഞേക്കാം. അത് ഞാൻ പറയാം. MLA ആക്ഷേപിച്ച് തെറി പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് ഞങ്ങൾ ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇവിടെ ഈ തെരുവിക്കടെ തെരുവ് നടന്നതിൽ ആൾക്കാരുണ്ട്. ആ ആളുടെ ആരൊന്നും കണ്ടാൽ മിണ്ടാൻ പോണില്ല. പക്ഷേ ശ്രീനിജൻ നല്ല ഒന്നാന്തരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നമ്മുടെ കുന്നത്തുകാട് അസംബ്ലി മണ്ഡലത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു പിന്നോക്കക്കാരുടെയും അധ്വാനിക്കുന്ന ആളുകളുടെയും സാധാരണക്കാരുടെയും ഇവിടുത്തെ എല്ലാ വിഭാഗം വരുന്ന രാഷ്ട്രീയക്കാരുടെയും വോട്ട് വാങ്ങിച്ചാണ് ജയിച്ചേക്കണത്. ആ ശ്രീനിജനെ ഇവൻ്റെ കാറിൻ്റെ അകത്തോ വീട്ടിലിരുന്ന് പറയാം. ആ ശ്രീനിജനെ ആക്ഷേപിച്ച് കെടുത്തി കാണിക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മണ്ഡലത്തിൻ്റെ അകത്തുള്ള ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ഇറങ്ങിയാൽ ഇവൻ്റെ ഈ എക്സിക്യൂട്ടീവുകൾ വീട്ടിൻ്റെ അകത്ത് കയറും. വല്ല സംശയമുണ്ടോ? ആയിരക്കണക്കായ പ്രവർത്തകന്മാർ ഈ കുന്നത്തേട് അസംബ്ലി മണ്ഡലത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഈ മാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ മാന്യം നടത്തിയ പോരാട്ടം അവരുടെ ബന്ധുക്കളെ അടിച്ച് വെട്ടി തുറുക്കി റോഡിലിട്ട കഥ അറിയാവുള്ളൂ. അത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, അവർക്ക് വിഷമം ഉണ്ടാക്കണ്ട. അവരുടെയൊക്കെ അനുഭവം അറിയാലോ. കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ നിന്ന് പറന്നു പോയ ആൾക്കാരുടെ കഥയുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, കാരണം അവർക്കൊക്കെ മോശമായി തീരേണ്ട കേസാണ്. പക്ഷേ സ്വന്തം കുടുംബത്തിലെ ബന്ധുക്കളെ വഴിക്കിട്ട് വെട്ടി നുറുക്കി കേസുകളിൽ പെടുത്തി ജയിലിലടച്ച പാരമ്പര്യമുള്ള, അവിടെ സ്വത്ത് തർക്കം ഉണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യമാണ് സാബു ജേക്കബിൻ്റെ ഫാമിലിക്കും സാബു ജേക്കബിനുള്ളതെങ്കിൽ ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും ആ പോരാട്ടത്തിൻ്റെ അനുഭവം ഒന്ന് വേറെയാണ്. അറിയോ? അത് സാബു ജേക്കബ് മനസ്സിലാക്കിക്കൊള്ളണം. തീരുമാനിച്ചാൽ സാബു ജേക്കബ് ഒരൊറ്റ യോഗത്തിലും വരില്ല. തീരുമാനിച്ചാൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അകത്തായതിൻ്റെ പേരിൽ ഞങ്ങൾ പിൻവാങ്ങുവാണ്. തീരുമാനിച്ചാൽ നിന്റെ ഈ 5000 പേരോ 6000 പേരോ ഉണ്ടല്ലോ, ഇവിടെ വന്ന 21,000 പേരാ വന്നത്. സോ പിണറായി അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ 21,000 പേരാണ്. ഈ ആളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്കറിയോ, ഞാൻ ഓരോ അനുഭവം പറയുന്നില്ല. ഈ ആളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. നമ്മുടെ നാട്ടിൽ ഞങ്ങളതിന് പോകില്ല. കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ശ്രീനിജൻ MLA ആയത് നല്ല അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വീടുകൾ കയറി വോട്ട് പിടിച്ചായത്. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ അവരെല്ലാം കഷ്ടപ്പെട്ട് നടന്ന് വോട്ട് പിടിച്ചിട്ടാണ് ശ്രീനിജൻ ജയിച്ചത്. നേരത്തെ മോനായി ജയിച്ചത് അവരെല്ലാം. ഞങ്ങൾ രാത്രി പോയിട്ട് പിന്നെ വേറെ കിന്നാണിക്കാൻ പോകാറില്ല. അങ്ങനെ വന്ന ഒരു MLA അന്തസ്സായി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്കറിയോ, 1 വർഷക്കാലം കൊണ്ട് 400-500 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. വേറെ എവിടെയുണ്ട്? ഏത് കാലത്താണ്? ഇവിടെ പറഞ്ഞപ്പോൾ ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾ ഞാറുള്ളൊരു ഭാഗത്ത് അറിഞ്ഞത് ശ്രീനിജൻ ഏത് കേസാണ് നടന്നേക്കണത്? ഏത് കേസാണ് അറിഞ്ഞേക്കണത്? ഈ വികസന പ്രവർത്തനത്തിൻ്റെ മുൻപന്തി നിൽക്കുന്ന ഒരു MLA ഇകഴ്ത്തി കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ നിറം പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അത് കേട്ട് കൈയടിക്കുന്നത് കോലഞ്ചേരിയുടെ സംസ്കാരത്തിന് യോജിച്ചാലെന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ സഹോദരന്മാർ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശത്തിൽ പോകുന്നില്ല. ശ്രീനിജനെ പോലുള്ള നേതാവിനെ, ഒരു ഉജ്ജ്വലനായിട്ടുള്ള പ്രവർത്തകനെ നിയമസഭയിലും, അയാൾ വലിയ ബഹളം ഉണ്ടാക്കി കിടക്കുന്ന ആളല്ല, നിയമസഭയിലും മറ്റും നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ ഒന്നാന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഒരറുവഷളൻ തെമ്മാടി രംഗത്തിറങ്ങി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടാവും. ആ സാധാരണക്കാർ, ഈ സംസ്കാര ശൂന്യനെ പിടിച്ചു കെട്ടാൻ ആ സാധാരണക്കാർ കഴിയും. ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന് അതിനുള്ള കരുത്തുണ്ട്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളെ ആക്ഷേപിച്ചതിൻ്റെ 2ാമത്തെ കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. 2ാമത്തെ കേസ്. ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി ഇനി കേസ് വാദിക്കാൻ വക്കീലന്മാരൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല, അതൊക്കെ നടന്നോട്ടെ. പക്ഷേ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് ഈ സാബു M ജേക്കബിന് നല്ലത്. അത് ഞാനീ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരാളെന്നല്ലാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം പുലരാൻ, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തെ വിലക്കെടുക്കാൻ പറ്റാത്തതാണ്. ആ സംവിധാനം പുലരുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഈ തരം സാമൂഹ്യ വിരുദ്ധന്മാരുടെ, ഇയാളൊക്കെ സാമൂഹ്യ വിരുദ്ധനാണ്, സംസ്കാരശൂന്യനാണ്, കാടനാണ്. ഈ കാടനെ നിലയ്ക്ക് നിർത്താൻ എന്താ നിങ്ങൾ പറഞ്ഞ പട്ടികജാതി പട്ടികവർക്കാർ ഇവൻ്റെ വീട്ടിൽ മറ്റേ ബാല്യക്കാരാണ് ഭാരതത്തിൽ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം നിലയ്ക്ക് നിർത്താൻ, ഈ നക്കാപ്പീച്ച വാങ്ങിച്ചുകൊണ്ടുള്ളത് രാഷ്ട്രീയമാണോ എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്
ശ്രീനിധിനെതിരായിട്ടുള്ള ഈ ആക്ഷേപത്തെ ശക്തിയുക്തം വിമർശിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളേവരും നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.